ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ക്രേസി ഗേൾ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് റോബ്ലോക്സ് ഗെയിമിങ് തന്നെയാണ്. റോബ്ലോക്സിത്തെ നമ്മുടെ ലബൂബുവിൻ്റെ പുതിയ വേർഷൻ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതാ ലബൂബു പേഴ്സൺ റൺ ഹോബി എന്ന് പറഞ്ഞൊരു ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. നമ്മുടെ ലബൂബു ട്രെൻഡിങ് തന്നെയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ലബൂബു ഗെയിം തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ പോയി. ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ട്, എന്താ പറഞ്ഞാൽ കുറച്ച് ലാഗായി, ഞാൻ വയ്യാതെ ആകെ സീനായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നോക്കി വന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനി മുതൽ ഗെയിമിങ് വീഡിയോസായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. നമുക്ക് ഈസി തന്നെ കൊടുക്കാം. എന്താ പറഞ്ഞാൽ ഇതെങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഈസി കളിച്ചിട്ട് രണ്ടാമത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയ ആളിനൊക്കെ എടുത്തു. ഇതാണിപ്പോൾ എൻ്റെ പുതിയ വേർഷൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കയറിപ്പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നത്. ഇവിടെ 2 ലബൂബു ടോയ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലബൂബു ഗെയിം ആരൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ എത്തി, നമുക്കിനി കയറാം. എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പൊക്കെ കണ്ടത് ഈസിയാണെന്ന് തോന്നുന്നു. കുറച്ച് പോയാലാണ് നമുക്ക് തോന്നുക ഇത് ഈസി അല്ല. നമുക്ക് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, നിസ്സാര കേസൊക്കെയാണ് ഇതൊക്കെ. ഇതാ സ്പാനർ വെച്ച് തല്ലി പൊട്ടിക്കാനാണ് പറയുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കാട്ടോ കളിക്കുന്നത്, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ ലബൂബൂട്ട്, പക്ഷെ അത് കാണുമ്പോൾ പേടിയുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ, ഒരു ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ കാണാൻ ക്യൂട്ടായെന്ന് വെച്ചാൽ മൂപ്പരാൾ കുറച്ച് ടെററാണ്. ഈ സ്വിച്ച് അമർത്തിയിട്ട് നമുക്ക് ഓടിയാൽ മതി, പക്ഷേ അതിന് കാണാനല്ലോ ഭംഗിയുണ്ട് ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോറി, ഞാൻ വിചാരിച്ചത് അമർത്തി എന്നാണ്, പക്ഷെ ഞാൻ അമർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പോയി അമർത്താം. ഡോള് ഇങ്ങോട്ട് വരുന്നാട്ട് മുന്നേ നമ്മൾ അമർത്തണം. ആരൊക്കെ ലബൂബുവിനെ വീട്ടിൽ മേടിച്ചിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ലബൂബു ടെററാണ്, അതിനെ മേടിച്ച് വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അതിനെ മേടിച്ചാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊരു സ്റ്റോറിയിലത്തെ മെയിൻ ക്യാരക്ടറാണുള്ളൂ. പൊട്ടെ ലബൂബു വെച്ച് പിടിക്കുക, ബാക്കിൽ വെച്ച് പിടിക്കുക. ഇതാണെങ്കിൽ സ്വിച്ച് അമർത്താനും പറ്റണില്ല. ഈ പ്രാവശ്യം എന്തായാലും അമർത്തും. ഇത് നമ്മുടെ പിന്നാലെ അപ്പനെ ഓടി വരികയാണേ, അതാണ് പറ്റാത്തത്. ഞാനാ സ്വിച്ച് അമർത്തിയ, ഞാൻ സ്വിച്ച് അമർത്തി. ഞാൻ സ്വിച്ച് അമർത്തിയില്ലേ, അമർത്തി ഗൈസ്, സ്വിച്ച് അമർത്തി. ഞാനതവിടെ അമർത്തിയില്ല വെച്ചിട്ട് ഞാൻ തുറന്നു നോക്കുമായിരുന്നു. ഈ ഇതിലൊന്നുമില്ല. നമ്മുടെ കൈക്കോട്ട് എടുത്തിട്ട് കിളയ്ക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് കിളച്ചിട്ട് അടിയിലേക്ക് പോവാം. ഈ കിളയ്ക്കാൻ കുറച്ച് ഈസിയാണ്, ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിയിലേക്ക് പോവും. ഇത് ഞാൻ 2-3 ഗെയിംസിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്, ഇങ്ങനെ കിളച്ച് അടിയിലേക്ക് പോണത്. ഇനി പോകെ കുറച്ച് ടഫായി വരുന്നുണ്ട് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് നിസ്സാരം, നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാ.
ഇതൊക്കെ പറഞ്ഞിട്ടാട്ടോ ലബുബുവിൻ്റെ ഞാൻ എങ്ങനെയോട്ട് രക്ഷപ്പെട്ടതാ. സിംബാരം സോറി സിമ്പിൾ. ഇതിപ്പോൾ കഴിയും. നമ്മളിപ്പോൾ 24% ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും പോവാണ്ട്. ഇത് ഫസ്റ്റ് എത്തണം. ഓക്കെ, നമ്മൾ ഇത് കടന്നുണ്ട്. അടുത്തത് ഭാഗ്യം. അടുത്തതൊരു പലകയാണ്. പൊട്ടിയ പലക ഉണ്ട്. ആ പൊട്ടിയ പലകയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ പൊട്ടിയ പലകയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇതെന്താ? ഓക്കെ, നമ്മൾ നീന്തി കയറാം. നിങ്ങൾ ചാടി പോകണ്ടെങ്കിൽ അതൊക്കെ വെറുതെ നമുക്ക് നീന്തി കയറാനും പറ്റും. ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ആ ഉരുണ്ട ബോൾ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധിച്ചില്ല. അത് നമ്മൾ ടച്ച് ചെയ്താൽ മതി, നമ്മൾ പൊട്ടും. ആ ഉരുണ്ട ബോൾ വന്നിട്ട് പോവാം. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം എൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. ബോൾ പോയി. അടുത്തത് പോവാം. ഒന്ന് ചാടി കയറാൻ നോക്കിയതാ, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും ജയിച്ചാൽ മതിയല്ലോ, വേറൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അടുത്ത കോട്ടയ്ക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, ഇത് ഭയങ്കര ക്രീപ്പർ ലബൂബാണ്. ഇതിനെ കണ്ടിട്ട് തന്നെ പേടിയാണ് എൻ്റെ റബ്ബേ. അത് നല്ല ക്യൂട്ടാണെങ്കിലും എന്തോ കുറച്ച് ക്രീപ്പായിപ്പോയി. ഇനി കാണുമ്പോ എന്റെ പല്ലും കണ്ണൊക്കെ എന്തിങ്ങനെ കണ്ടിട്ട് തന്നെ ഇതുപോലെ. ഇവിടെ ഇപ്പോഴും ഉണ്ടോ ബാക്കിൽ? ഇല്ല, പോയി. ഞാനത് കണ്ടില്ല എൻ്റെ പൊന്ന്. ഇതെന്തിങ്ങനെ ക്രീപ്പർ ലബൂബായിട്ട് കാണാൻ രസമല്ലേ? ക്യൂട്ട് ലബൂബൊക്കെ കാണാം. നല്ല കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതി. ഓക്കെ, ഇതല്ലത് എന്താ അതിൻ്റെ കളറും അതിൻ്റെ കണ്ണും ഇതൊക്കെ കാണുമ്പോൾ എന്താ പോലെ. ഓക്കെ, ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറാം. സോറി, ഈ ലിവറാണ് അമർത്തേണ്ടത്. അത് പോയി അമർത്തിക്കോണം. ഇപ്പം എന്തിനാവോ? എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടോ? മേലെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഓക്കെ, ലാൻഡ് ആയിട്ടുണ്ട്. നല്ല ഇതൊക്കെ നല്ല ക്യൂട്ട് ലബൂബോ. അതിനെ കാണുമ്പോൾ തന്നെ എന്താ പോലെ. ഇത് നമ്മുടെ സ്പ്രൈറ്റ് കുടിച്ചിട്ട് ഓടി രക്ഷപ്പെടണല്ലേ. അവിടെ നിന്ന് ഓടി വരാം. ഇത് ഇവിടെയൊക്കെ ഈസി ആണെങ്കിലും അവിടെ എത്തുമ്പോഴാണ് കുറച്ച് ടഫ് തോന്നുക. നമ്മുടെ ആ ഭാഗമൊക്കെ എത്തുമ്പോഴാണ് കൂടുതലും ടഫ്. ജസ്റ്റ് മിസ്. ഞാൻ നിന്നതാണ്, പക്ഷെ അത് കുഴപ്പമില്ല. അടുത്ത ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് 2 വട്ടം പോവാം. രണ്ടാമത്തെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ 2 വട്ടം തന്നെ. ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മൾ ഓടി അങ്ങനെ ചാടിയാൽ മതി, വേറെ ഒരു ഇതുമില്ല. പക്ഷെ ചാടുമ്പോൾ നമ്മുടെ സ്ക്രീൻ അപ്പം തന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോഴും 48% ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇനി 100 ആക്കേണ്ടതാണ്. ഇതും ഒരു ക്രീപ്പ് ലുക്ക് തന്നെയാണ്. എനിക്കതിനെ നോക്കാൻ പോലും പറ്റണില്ല. ഇനി ഇതായിരിക്കോ ആ ക്രീപ്പ് ലുക്ക് ഉള്ളതായിരിക്കും ഇതിനുള്ളിൽ. വൈറ്റ് കളറ്. ഇതെന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ലേഡറിനെ കണ്ടുപിടിക്കണം. സ്റ്റോറേജ് റൂമിലുണ്ടാവും. എന്തല്ല
കാണാനില്ല. തല കുത്തി മറയണ്ട, മെല്ലെ കൊണ്ടുപോകും. ഈ ഒരു ഗ്രീൻ ലൈന് കണ്ടില്ലേ നമ്മൾ? ആ ലൈനിൽ കൂടെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താണ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, എത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേലെ ഒരു ലാഡർ ഉണ്ട്, അതിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കണം. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ചാടിക്കയറാം. പോട്ടെ. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ കാറ്റ് വരുമ്പോൾ നമ്മളെ ബാക്കിക്ക് അവിടെ ഉന്തും. ആ ഉന്തലിൽ നിന്ന് നമ്മൾ ഇതാക്കിയിട്ട് പോകണം. ഇതും നമുക്ക് ഈസിയാണ്. ഇത് മെല്ലെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോയാൽ മതി. സ്ക്രീൻ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സിമ്പിൾ മാറ്റർ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇതാക്കണം. എനിക്ക് ഇപ്പൊക്കെ ഒരു ആവറേജ് ആണ്. ഇന്ന ടഫാണെങ്കിലാണ് നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ആവറേജ്. ഇപ്പോൾ പോയിരുന്ന അടിക്ക്. ഓക്കെ, നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചു പോകണം. ഇപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും ഓൺ എക്സാമൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓൺ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിൽ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വെക്കേഷനിൽ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഒന്ന് റോബ്ലോക്സിൽ നിങ്ങളുടെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രണ്ടാക്കാം, നമുക്ക് കളിക്കാം. ഈ പുകപ്പം എങ്ങനെ നിർത്തുക? അതിനുണ്ട് ഇങ്ങനത്തെ ഒരു ലിവർ ഉണ്ട്. 3 ലിവർ ഉണ്ട്. ആ ലിവർ ഇതാക്കിയാലാണ്. ഇപ്പം 2 പുക നിന്നു, ഇനി 3 പുക നിൽക്കണം. മൂന്നാമത്തെ ലിവർ എവിടെ? 1, 2. മൂന്നാമത്തെ ലിവർ എവിടെ നോക്കാം ഗൈസ്. മൂന്നാമത്തെ ലിവർ എവിടെയാണ്? മേലേക്ക് പോവാം. അതല്ലേ 1. ഈ ലിവർ നമ്മൾ യൂസ് ചെയ്തു. അതിൻ്റെ അടിയത്തെ ആ സൈഡത്തെ ലിവറും യൂസ് ചെയ്തു. ഇനി ഏത് ലിവർ എവിടെ ഉള്ളത്? ഇത് അടിയിലൊരു ലിവർ. സോറി, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ സൈഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന്. അടിയിൽ ലിവർ ഉണ്ട്. ഞാനിത് ഇപ്പോഴും കണ്ടിട്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് കാണുന്നത് തന്നെ. ഞാൻ തപ്പ് തന്നെയാണ്. എവിടെയാണ് ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. മണ്ടെത്തിയ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ശരിക്കും നോക്കണത്. അതൊക്കെ എങ്ങടെ പോവുക? എങ്ങനെ ആയിക്ക് പോവുക? ഓക്കെ, ഇങ്ങനെ പോവാം. അപ്പോൾ ആ ഒരു ലിവറോടെയും ഇതാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ പോവാം. അപ്പോൾ പോയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സ്റ്റേജും ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇതൊക്കെ ഈസി മാറ്റർ. 2-3 വട്ടം ചത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുകയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് മേലേക്ക് കയറി പോവാം. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല. ഇവിടെ മൊത്തം ഈ
എന്താണ് നമ്മുടെ സിമെൻറ്റ് തേച്ച കട്ടകളാണ് മൊത്തം. ഇവർ തേച്ച് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കും തോന്നുന്നു ലബൂബു. ഓക്കെ, ഇനി അടുത്ത എന്താവോ? ഓ, അടുത്തത് നമ്മുടെ അങ്ങനെ ഉന്തി കളയണ സാധനം തന്നെ. അത് ചാടി രക്ഷപ്പെടുക. അത് മനസ്സിലായില്ല, സോറി, അല്ല മനസ്സിലായി. ഓക്കെ, നമുക്ക് ആ ഉന്തി കിടക്കുന്ന സാധനം ചാടി കിടക്കാം. 1 2 3 4 5 6 7 എത്ര എണ്ണം ഉണ്ട്? ഓ, 2 സ്റ്റെപ്പ് ഉണ്ട്. 1 2 3 4 5 6 7. എന്താണ് ഈ 7 മാത്രം കിടക്കാൻ പറ്റണില്ല ഗൈസ്? 1 പോലും കിടക്കും. ഓക്കെ, ലാസ്റ്റ് ട്രൈ. 2 3 4 5 6 7 8 9 10 11 12 13. പൊങ്ങി തുമ്പത്ത് കൂടെ ഇട്ട് ഞാൻ വന്ന് തുമ്പത്ത് ഒന്ന് നീങ്ങി ഞാൻ പോയായിരുന്നേ. കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പ്രോ സ്കിൽസൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാം എൻ്റെ പോലെ. സോറി, ഞാൻ കൂടുതലും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് പോവും, ബള സംസാരിച്ച് പോവും. എന്താ ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്കൊരു ബോധം ഉണ്ടാവില്ല. അതാ ക്രീപ്പിനൊക്കെ പൊഞ്ഞ്, എന്ത് ക്രീപ്പത്? ഒരു വൈറ്റ് അയ്യതില്ലേ ബോബു ആണ്. അത് ലബൂബുവിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, സോറി, ഗേൾ ഫ്രണ്ട് അല്ല, എന്താ പറഞ്ഞാൽ ലബൂബ് ഒരു ഗേളാണ്. ലബൂബുവിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ടായ്ക്കോക്കോ. അപ്പോൾ അവന് ഈ ഗെയിമിലുണ്ട് പോയിട്ടന്നെ. നമ്മൾ ഷൂട്ട് ചെയ്ത് കൊല്ലണം. ചീഫ് ലബൂബു ആണ് കേട്ടോ, അത് ചീഫ് ലബൂബു ആണ്. ഓ, ലബൂബ് പറക്കൊക്കെ ചെയ്യും നമ്മുടെ പോലെ. ഓക്കെ, ചീഫ് ലബൂബുവിൻ്റെ ഹാർട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൊല്ലത്തിരി ടഫാണ്. ഇത് നമ്മളെ അറ്റാക്ക്. ഓക്കെ, തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിടക്കാം. എൻ്റെ ഇതിങ്ങനല്ലല്ലോ, എന്താ പെണ്ണ്? ഓ, അത് ഉരുണ്ട് വരേണ്ട സാധനമാണ്. അതാണ് ഞാൻ അങ്ങനെ നടന്നു വരുന്നേ. ഉരുണ്ട് വന്നിട്ട് എന്തിലേക്കോ വീഴുന്ന സാധനമാണ് തോന്നുന്നു. ഓക്കെ, നമ്മൾ 80% സ്റ്റേജ് കടന്നിട്ടുണ്ട്. ഇനി വെറും 20% സ്റ്റേജ് മാത്രം നമുക്ക് കിടക്കാനുള്ളൂ. ദൂരണ്ട് വന്ന് വീഴേണ്ടാണ്. ഇതെന്താ ഞാൻ കാണിക്കണേ? ഓ, ഞാൻ ആദ്യം മിസ്റ്റേക്ക് ചെയ്തു. ഓ, കണ്ട, അത് ഉരുണ്ട് വന്നിട്ട് വീഴണാണ്. സോറി, പ്രാവശ്യം ഉരുളാം. ഞാൻ ഉരുണ്ട് പോണതാണ്, നടന്നും നിന്നൊന്നും കഴിയില്ല. ദാ കുഴപ്പമില്ല, ഒരു വട്ടോട് ലാസ്റ്റ് ട്രൈ. ഉരുണ്ടോ. എൻ്റെ മേത്തുള്ള ഗാഡ്ജറ്റ്സൊക്കെ ഒരഞ്ഞുണ്ട്. ഓ, എൻ്റെ സ്കില്ല് കണ്ടോ? ഒരു കാലിനാണ് ഞാൻ നിന്നത്. ലാഡർ തപ്പായിരുന്നു, ഈ സൈഡിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ലാഡറും കിടക്കാം. ഓക്കെ, എക്സിറ്റ് വാതിലെത്തിയിട്ടുണ്ട്. ഇതും മറ്റേ പോലെ തന്നെയാണ്. ആകാശത്തിലെ ഓ, ഇത് മറ്റേത് ഞാൻ കണ്ടില്ലേ. ഞാനത് മുന്നത്തെ പോലെ വലിയ ഹോൾസൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ട്രൈ 2 എണ്ണം കടന്നു. മൂന്നാമത്തെ
കുഴപ്പമില്ല, ഒരു വട്ടം ട്രൈ ചെയ്യാം. ഇത് കുറച്ച് ഈസിയാണ്, എന്നാലും കറക്റ്റായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതാക്കാൻ പറ്റും. അത് വരുന്ന ടൈമിലാണ് പോകണമെങ്കിൽ കറക്റ്റായി കിടക്കാൻ പറ്റും. ലാസ്റ്റ് വണ്ണാണ് അങ്ങനെ കടന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാഡർ കയറിയിട്ട് പോവാം. ഇപ്പൊക്കെ അതൊരു ഫീല് പോലെ തോന്നുന്നുണ്ട്, ഒരു ഗുഡ് ഗെയിമായിട്ട് തോന്നുന്നുണ്ട്. ഇതിത്തെ പലക എടുത്തിട്ട് നമ്മൾ കൊണ്ടുവിടണം. ഈ 3 പലക എടുത്തിട്ടൊന്നും കൊണ്ടിടാൻ വയ്യ. അതുകൊണ്ട് തന്നെ ആദ്യം പലക വയ്ക്കാം. എന്നിട്ട് ആ പലക നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇവിടേക്ക് വെച്ചെടുക്കാം. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ 3 പലക എടുത്ത് ചെയ്യുന്നതായിട്ട് നല്ലതാണ് ഗൈസ് ഇങ്ങനെ ചെയ്യണത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. ഓക്കെ, നമ്മുടെ ആ സ്റ്റേജും കടന്നിട്ടുണ്ട്. നമ്മുടെ പൊന്നേ, ഇതാരത്? ഉണ്ട സാബുവോ? വലിയ ഒരു ലബൂബു തന്നെയാണ്. ഇത് ലബൂബു ഒന്നുമല്ല, ലബൂബുന് ഉണ്ടാക്കിയ ഇതെന്ത്? അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താ? മാച്ചാ ബോസ് ലബൂബു. അത് നമ്മളെയും അതിൻ്റെ ബോൾസായിട്ട് നമ്മളെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. ഫസ്റ്റ് വെടിയിൽ തന്നെ ഞാൻ ചാവും എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ടാസ്ക്കാണ്. ഇതിലും നമ്മൾ ജയിക്കണം. ഒരു കൈ നശിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കൈ കൊണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാല് കൊണ്ട് തന്നെ ഞാൻ ചത്തു. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് പോവാം. ഈ പ്രാവശ്യം ഞാൻ ഇവനെ കൊന്നിരിക്കും. അതതിൻ്റെ 2 കൈ കൊണ്ട് യൂസ് ചെയ്തിട്ട് അത് ബർഗർ, നമ്മൾ ബർഗർ വിട്ടിട്ട് അതിനെ കൊല്ലും. അതേ ഒരു കത്തണ എന്തോ ഒരു ബോള്, അതങ്ങനത്തെ ഒരു ബോളൊക്കെ ഇട്ടിട്ട് നമ്മളെയും അത് കൊല്ലും. അതിൻ്റെ ഒരു കാല് കൊണ്ടാൽ മതി, നമ്മൾ ചാവും. അതിൻ്റെ കണ്ണ് ചെയ്തിട്ട് ഓക്കെ, നമ്മളൊട്ടും തകരില്ല. ഇതിൻ്റെ മേല് കുറച്ച് കട്ടിയുള്ളതാണ്. ചീഫ് ബോസിൻ്റെ ഇവനാണ് മെയിൻ ആള്. ഓക്കെ, ഞാൻ കൊന്നിരിക്കും. ബർഗർ വിട്ട് ഞാൻ കൊന്നിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ ബർഗർ അലർജിയാ തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതിലൊരു കൈയ്യെങ്കിലും നശിച്ചു കഴിഞ്ഞാൽ ഇത് ചാവണില്ല. അതിൻ്റെ ഒരു കൈ നശിച്ചു. ഇപ്പം ചാവും. 2 ചാവും. ലാസ്റ്റ് ചാവും. ചാവും. അതൊന്നും ചാവാത്ത. ലാസ്റ്റ് എത്തുമ്പോൾ ചാവണില്ല. അതിൻ്റെ ഒരു കയ്യിൽ നിന്ന് പോക്കൊക്കെ വരുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ട് നമ്മളെയും എല്ലാം നോക്കാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ചീഫ് ബോസും നമ്മൾ തീർത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് ഈ ഒരു ലബൂബു വില്ലേജിൽ നിന്ന് നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ടാസ്കൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ 96. ഓക്കെ, നമ്മളിത് കൂടെ നടന്നു പോകണം. നമ്മളവിടെ പോയി നിന്നാലാണ് നമ്മുടെ 100 കറക്റ്റ് 100 ആവുള്ളൂ. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്നു.
ഇച്ചിരി ടഫായിരുന്നു ആ ചീഫ് ബോസിനെ കൊല്ലാൻ. വേറൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം നല്ല ഈസി ആയിരുന്നു. അപ്പോൾ ആരും ഇത് കളിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കളിച്ച് നോക്കണം. ഒരു പൊളി ഗെയിം തന്നെയാണ്. നമുക്ക് കളിച്ച് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണിത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്, അതെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം വിടാം. അപ്പോൾ 100 ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും എന്തായാലും. ഞാൻ അടുത്ത ഇങ്ങനത്തെ ഒരു ലബൂബുവിൻ്റെ ഒരു ഗെയിം തന്നെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ശരി.